ഞാനിപ്പോൾ ഈ ലൈവ് വന്നത് നിങ്ങളുടെ അടുത്ത് എല്ലാം ഒരു കാര്യം പറയാനാണ്. ഇതെൻ്റെ അച്ഛനാണ്. ഞങ്ങൾ പോകുവാണ്. എനിക്കെൻ്റെ അച്ഛനില്ലാതെ പറ്റില്ല. ഞങ്ങൾ കുറച്ച് വർഷമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. പിന്നെ അമ്മയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയ്ക്ക് ഞങ്ങൾ പോകുന്നെന്ന് കരുതി അമ്മയ്ക്ക് എപ്പോൾ അച്ഛനെ കൊണ്ടുള്ള ആവശ്യം സഹായം വേണോ അപ്പോഴച്ഛൻ അവിടെ ഉണ്ടാവും. ഞാൻ അച്ഛനെ പിടിച്ചു വെക്കാനൊന്നും പോണില്ല അമ്മേ. പിന്നെ ഞങ്ങൾ നേരത്തെ പോകാനിരുന്നതാണ്. പക്ഷേ തിങ്കളാഴ്ച എനിക്ക് സാലറി കിട്ടും. തിങ്കളാഴ്ച സാലറി കിട്ടിയ ഉടനെ ഞാനും അച്ഛനും പോകും. അച്ഛനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോകും. അതുകൊണ്ടാണ് ആരും ഞങ്ങളെ തിരക്കി വരരുത് കേട്ടോ. ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടേത് ഒരു ആത്മാർത്ഥ പ്രണയമാണ്. വർഷങ്ങൾ കൊണ്ടുള്ള പ്രണയമാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് ജീവിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഞങ്ങളുടെ പിറകെ വരരുത്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ പ്ലീസ്. പിന്നെ ഈ കാര്യം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മൂത്ത 2 മക്കൾക്കും അറിയാം, ഞങ്ങൾ തമ്മിലുള്ള ആത്മാർത്ഥ പ്രണയം. അതുകൊണ്ട് ഞങ്ങളുടെ തിരക്ക് വരരുത്. അവരുടെ കയ്യിൽ ഞങ്ങളെക്കുറിച്ചുള്ള തെളിവുകളുണ്ട്. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. ഇതും അവരുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് ആരും ഞങ്ങളെ തിരക്കി വരരുത്. അവരുടെ സാലറി തിങ്കളാഴ്ച കിട്ടിയാലുടനെ ഞങ്ങൾ പോവും. ഞാൻ തിരിച്ചു വരും. ആരും വിഷമിക്കരുത്. ഞാൻ തിരിച്ചു വരും. കാരണം ഞാൻ 1-2 പേരെ കൂടി നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. 1-2 പേരെ കൂടെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരും. ആരും വിഷമിക്കരുത്. എൻ്റെ വൈഫിനോട് ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നീ വിഷമിക്കരുത്. ഞാൻ വരും. ഞാൻ വരിക തന്നെ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ പോയി ജീവിച്ചോട്ടെ. നിങ്ങളുടെ സ്നേഹം അത്രയ്ക്ക് ആത്മാർത്ഥമായിപ്പോയി. ഈ കൈകളുണ്ടായിരുന്നു ഞാൻ ഊട്ടി വളർത്തി എൻ്റെ മകളല്ലേ. ഞാൻ അതുകൊണ്ട് ആത്മാർത്ഥത കൂടിപ്പോയി. അതുകൊണ്ട് ആരും വരരുത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണേ. ബൈ.